ഇസ്രായേൽ ഹമാസ് ആദ്യദിന ചർച്ചകൾ പോസിറ്റീവ് എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിക്കുന്നു. നൊബേൽ സമ്മാനത്തിന് ട്രംപിനേക്കാൾ സംഭാവന നൽകിയ മറ്റൊരു നേതാവില്ലെന്ന് ഗസയിലെ ബന്ദികളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയും പറഞ്ഞു. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഈ ചർച്ചകൾ നടക്കുന്നു, ഇതിൽ സന്തോഷമാണെന്ന് ഈജിപ്തിലെ മാധ്യമങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. മറുവശത്ത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കാനുള്ള ദിവസങ്ങൾ അടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കൂടി ബന്ദികളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഈജിപ്ത് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇസ്രായേൽ ഹമാസ് സംഘം തമ്മിലുള്ള ചർച്ചകൾ ഈജിപ്തില് 1-ാം ദിനം പിന്നിട്ടിരിക്കുകയാണ്. ഈ ആദ്യ ദിന ചർച്ചകൾ വളരെ പോസിറ്റീവ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇരുപക്ഷവും തമ്മിലുള്ള ടെക്നിക്കൽ ടോക്സ് ഈജിപ്തിൽ പുരോഗമിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇരുപക്ഷവും ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചതായിട്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകുന്നത് US, ഖത്തർ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ്. ഈ ട്രംപിന്റെ 20 പോയിന്റ് പീസ് പാക്കേജ് പ്രകാരം ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന 250 പാലസ്തീൻ തടവുകാർക്കും അതുപോലെ യുദ്ധസമയത്ത് ഇസ്രായേൽ തടവിലാക്കിയ 1700 ഗസക്കാർക്കും പകരം ബന്ദികളെ കൈമാറാം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ നടക്കുന്നത്. ഇസ്രായേൽ അതുപോലെ തന്നെ ഹമാസും സമ്മതിച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ച കരാറിൽ പറയുന്നത്. പക്ഷേ ഇതിന്റെ ലോജിസ്റ്റിക് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏതൊക്കെ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഇരുപക്ഷവും ഈ 1-ാം ദിനം പിന്നിടുമ്പോൾ ധാരണയിലായിട്ടില്ല. അതിനായിരിക്കാം കൂടുതൽ സമയം എടുക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചയോളം എടുക്കാനാണ് സാധ്യതയുള്ളത്. ഇസ്രയേലി ബന്ദികളുടെ പട്ടികയും മോചിപ്പിക്കപ്പെടുന്ന ഈ രാഷ്ട്രീയ തടവുകാരുടെ പട്ടികയും ആ ചർച്ചകളും ഒക്കെ പുരോഗമിക്കുകയാണെന്നാണ് കാരൻ ലെവിറ്റ് പറയുന്നത്. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഹോസ്റ്റേജീസ് ആൻഡ് മിസ്സിംഗ് ഫാമിലി ഫോറം നോബൽ പീസ് കമ്മിറ്റിക്ക് എഴുത്തെഴുതിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ നിർദ്ദേശം പോയിരിക്കുന്നത്. കൃഷ്ണ, റീജൻ. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.